കുട്ടാ ചക്കര അമ്മ ഇവിടെ ഉണ്ട് കേട്ടോ, പേടിക്കണ്ട. വാവേ അമ്മതാ വരുന്നു കേട്ടോ. എന്തെടുക്ക നീ അവിടെ? ചക്കര കുട്ടാ, അപ്പുണ്ണി ദേ അമ്മ വരുന്നു കേട്ടോ. മോന്റെ അമ്മ ദാ വന്നു, ദാ വന്നു. കുട്ടാ മോൻ പേടിച്ചോടാ? മോൻ പേടിക്കില്ലാന്ന് എനിക്ക് അറിയാലോ. അമ്മയുടെ ചക്കരയല്ലേ നീയേ? അമ്മയുടെ ചക്കര എങ്ങനെ പേടിക്കാനാ? കുട്ടാ വാവേ, കുട്ടാ എവിടെ പോയി കിടക്ക നീ? ആഹാ ഇവിടെ ഒളിച്ചിരിക്ക. അപ്പുണ്ണി മോനെ, ദാ അമ്മയെ പറ്റിക്കണ്ട കേട്ടോ. ഉണ്ണി എവിടെ പോയി കിടക്ക നീ? അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കുട്ടാ, അപ്പുണ്ണി മോനെ, അപ്പുണ്ണി മോനെ. അപ്പുണ്ണി അയ്യോ, ഓടി വരണേ, ആരെങ്കിലും ഓടി വരണേ. നിന്റെ അപ്പുണ്ണി കാണാനില്ല, നിങ്ങൾ ആരെങ്കിലും കണ്ടോ? അവിടെ ഇരുന്ന് കളിക്കണ കണ്ടല്ലോ. ഞാനൊന്ന് കുളിക്കാൻ പോയതാ, തിരിച്ചു വന്നപ്പോ കാണാല്ലോ അവന്. അകത്തിരുന്ന് കളിക്കണ കണ്ടല്ലോ, അകത്തിരുന്നിട്ട് കുളിക്കാൻ പോയതാ. പുലി കാണല്ല, പുലിയുള്ള കാടാ. അയ്യോ, പുലി അങ്ങോട്ട് ഓടുന്നുണ്ടോ? കുഞ്ഞുണ്ണി, എന്താ നീ ഇങ്ങോട്ട് വന്നൊരു കാര്യം പറയട്ടെ. നീ പരിഭ്രമിക്കുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യരുത്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിവരം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആളുകൾ എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട്. എന്താ മാഷെ? അപ്പുണ്ണി അപ്പുണ്ണി കുട്ടി ആ പരിസരത്ത് എവിടെങ്കിലും ഉണ്ടാവും. അവനെ എന്താ മാഷെ പറയണേ? അല്ല, അവനെ കാണാനില്ല എന്ന്. എന്റെ അപ്പുണ്ണിയെ അപ്പുണ്ണിക്കുട്ട, അമ്മാമ്മ മുട്ടായി മേടിച്ചരടെ. ആ വള ഒരു തായി അമ്മാമ്മക്ക്. എന്റെ പഞ്ചാരക്കുട്ട, എന്റെ തക്കുടു മോനല്ലടാ, മുത്ത് ഉമ്മ കയ്യോണ്ടാടി. ആ വളയെടുത്താ മോനെ. ഈ വള ഊരിടുത്താ നിനക്ക് എന്താ ഒരു ഛേദം? കൊണ്ടാടി മുത്തേ. എടാ കൈ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. കരഞ്ഞ ഞാൻ വായിൽ കുത്തി, ഞാൻ നാശം പിടിച്ചത്. എന്തിനാണ് അസത്തെ നീ കരയുന്നത്? ഈ വള ഇന്ന് ഞാൻ ഊരിച്ചിട്ടുള്ള കാര്യമുള്ളൂ. നീ കരഞ്ഞോണ്ടൊന്നും കാര്യമില്ല. ആ മോനെ, വേദനിക്കാതിരിക്കെ അമ്മാമത്തിന് വെളിച്ചെണ്ണ പറ്റിത്തരാം. കൈ ഇങ്ങോട്ട് കൊണ്ടാടാ. എടാ കൈ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. നീ കരഞ്ഞോണ്ടൊന്നും കാര്യമില്ല. കരഞ്ഞാൽ നിന്റെ കൈ ഞാൻ വെട്ടിക്കളയും. മിണ്ടാതിരിക്കടാ. എടാ മിണ്ടാതിരിക്കാൻ. ഇപ്പൊ വരാ ഞാൻ. ആ
നിന്റെ തന്തയ്ക്കും തള്ളിക്കും എന്താ ചെയ്യാൻ പറ്റാന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓ ഇരുന്ന് കിളിക്കിന്. എടാ തള്ള ആരോടും തോറ്റിട്ടില്ലടാ മോനെ. എന്നിട്ടല്ലേ 1 വയസ്സായ നീ. എടാ നീ ഇത് വേഗം ഊരാൻ സമ്മതിച്ചാലേ നിനക്ക് വേഗം വീട്ടിൽ പോവാ. അല്ലെങ്കിൽ നീ ഇവിടെ ഇരുന്ന് കിളിക്കുള്ളോ. എന്റെ മുരുക, ഇതൊന്ന് വേഗം ഊരി കിട്ടിയിരുന്നെങ്കിൽ എല്ലാ പണിയും നിർത്തി സുഖമായിട്ട് ജീവിക്കായിരുന്നു. രണ്ടും കൂടി 1 പവനുണ്ടായിരിക്കും. ഇങ്ങനെ ഒരു കോള് അടുത്ത കാലത്തൊന്നും കിട്ടിയിട്ടില്ല. എന്റെ മകൻ കൃഷ്ണനുണ്ണി കൃഷ്ണാട്ടത്തിന് പോകണം. കൃഷ്ണാട്ടത്തിന് പോയാ പോരാ, കൃഷ്ണൻ തന്നെ കെട്ടണം. കൃഷ്ണൻ തന്നെ കെട്ടാ പോരാ, അയ്യോ എന്റെ നാട് ഒഴിഞ്ഞേ, അയ്യോ എന്റെ നാട് ഒഴിഞ്ഞേ, ഗുരുവായൂരപ്പാ എന്റെ നാട് ഒഴിഞ്ഞേ. എടാ ദുഷ്ട, നീ എന്നെ കൊന്ന് കൊല വിളിച്ചിട്ടാണ് നീ പോവുള്ളൂ. നാശം പിടിച്ചോനെ. അയ്യോ പൊത്ര 2-3 ദിവസമായിട്ട് നീനെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് പൊത്ര വായനാറി. ഏതോ ഒരു ജീപ്പ് വരുന്നുണ്ടല്ലോ പണ്ടാറടങ്ങാനായിട്ട്. അയ്യോ അയ്യോ പയ്യേ ഇതുള്ള പനി വന്നേ. അയ്യോ മുരുക, എന്റെ മുരുക. അയ്യോ കോരി ഉദിച്ച് വയ്ക്കണം, നാശം പിടിച്ചോടെ. ആ അയ്യോ അയ്യോ വയ്യേ. എന്താ തള്ളേ? എന്താ സാറന്മാരിങ്ങോട്ട് കാണാനില്ലല്ലോ, ഒന്ന് വിചാരിച്ചിരിക്കുന്നു തള്ള. തള്ളക്ക് ഇവിടെ കഞ്ചാവ് കൃഷി ഉണ്ടെന്ന് കേൾക്കുന്നല്ലോ. എന്താ കഞ്ചാവ്? കഞ്ചാവാ? അതെങ്ങനെ ഇരിക്കും സാറേ? തേക്കിന്റെ പോലെ അല്ല, പനമ്പട്ട പോലെ. അതൊക്കെ പോട്ടെ, അല്പം കിട്ടിയ പുകയ്ക്കുന്നോ? കടിക്കില്ലട നാശം പിടിച്ചോനെ. എന്താ അട്ട ഇവിടെ ഭയങ്കര ശല്യം സാറേ. ഇവിടെ എവിടെയോ ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ട പോലെ എനിക്ക് തോന്നിയല്ലോ. അത് ഞാൻ തന്നെയാ. ആരും ഇല്ലാത്തപ്പോ ഞാൻ തനിയിരുന്നേ ഇങ്ങനെ ഓരോ ശബ്ദങ്ങൾ ഉണ്ടാക്കണതാ. എങ്ങനെ? നേരത്തെ ഇതുപോലുള്ള കരച്ചിലല്ലോ കേട്ടത്. അതെ സാറേ, ഞാൻ തന്നെയാ. അയ്യോ നിങ്ങളൊന്ന് വന്നേ. ഇവിടെ എവിടെയോ ഒരു കുട്ടിയുടെ കരച്ചിൽ ഞാൻ കേൾക്കുന്നുണ്ട്. നിങ്ങളൊന്ന് പോയി നോക്കിക്കേ. ശരി സാർ. ഞെക്കിക്കൊല്ലും ഞാൻ. പഴനിയാണ്ടവാ, വളയും കിട്ടിയില്ല. എന്റെ കയ്യില് വിലങ്ങ് വന്ന് വീഴും. ഹായ്, ഇതിനെ ഞാനിപ്പോ എവിടെയാ ഒന്ന് കൊണ്ട് കളയ. മിണ്ടാതിരിക്കണം, നാശം പിടിച്ചോനെ. കൊല്ലും തന്നെയാട്ടോ.